നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് NDA നേടിയ BJP നേടിയ സംഘപരിവാർ നേടിയ വലിയ വിജയത്തിന്റെയും വലിയ നേട്ടത്തിന്റെയും പശ്ചാത്തലത്തിൽ വലിയ ആഘോഷങ്ങളോടെയും ആരവങ്ങളോടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തി തിരിച്ചുപോയിരിക്കുന്നു. തലസ്ഥാന നഗരിയിലെത്തിയ പ്രധാനമന്ത്രി പൂർണ്ണമായിട്ടും അനന്തപത്മനാഭന്റെ പേരിൽ തിരുവനന്തപുരം നിവാസികളെ അഭിസംബോധന ചെയ്യുകയും തിരുവനന്തപുരം നിവാസികൾ ഞങ്ങളെ വിശ്വാസത്തിലെടുത്താൽ അതിന് പ്രത്യുപകാരമുണ്ടാവുമെന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. ആ തിരുവനന്തപുരം നിവാസികൾ എന്നുള്ള വാക്കിനെ ആവർത്തിച്ച് വ്യക്തമാക്കിയതിലൂടെ തിരുവനന്തപുരത്ത് BJPക്ക് അധികാരത്തിലെത്താൻ സാധ്യമാക്കിയതുപോലെ സംസ്ഥാനത്തുടനീളം അതാത് ജില്ലകളിലും അത്തരത്തിലുള്ള വലിയ വിജയങ്ങളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ നിങ്ങളെയും നിങ്ങളുടെ ജില്ലകളുടെ പേരിൽ അഭിസംബോധന ചെയ്തുകൊള്ളാമെന്നുള്ള ധ്വനി അതിനകത്തുണ്ടോ? ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവ് ഇനി അടുത്ത നാളുകളിൽ അടുത്ത മാസങ്ങളിൽ ഏതൊക്കെ രീതിയിൽ കേരളത്തിന് പ്രതീക്ഷകൾ നൽകുന്നു? അങ്ങനെ ഒരു പ്രതീക്ഷകളുണ്ടോ? വന്ന അന്ന് തന്നെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുമെന്ന് സൂചിപ്പിച്ചിരുന്നെങ്കിലും അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നില്ല. നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന കാര്യങ്ങളുടെ ഫ്ലാഗ് ഓഫുകൾ നടന്നു പോവുകയും ചെയ്തു. വാസ്തവത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ വിജയിപ്പിച്ചാൽ മാത്രമേ ആ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവൂ എന്നാണോ, അതോ അതിന് മുൻപേ ഉണ്ടാകുമോ? എന്തായാലും മോദിയുടെ വരവിൻ്റെ ബാക്കി പത്രം എന്താണ് എന്നാണ് നാം ഇന്ന് അന്വേഷിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളുടെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് D. ബിനോയ് ചേരുന്നു. ബിനോയ്, പ്രത്യേകിച്ചും തിരുവനന്തപുരം നിവാസികൾക്ക് വലിയ തരത്തിലുള്ള പ്രതീക്ഷ തന്നെ ഉണ്ടായിരുന്നു. കാരണം ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ BJP ഭരണം പിടിച്ചു കഴിഞ്ഞാൽ 45 ദിവസത്തിനുള്ളിൽ തന്നെ പ്രധാനമന്ത്രി തലസ്ഥാനത്തെത്തും. അവിടെ വെച്ച് വലിയ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തും എന്നുള്ള പ്രതീക്ഷകളൊക്കെയാണ് ജനങ്ങൾക്ക് BJPയും BJPയുടെ മേയറും ഉൾപ്പെടെയുള്ളവർ നൽകിയിരുന്നത്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ BJPക്കാർ തന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനകൾ ഉണ്ടാകും അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചു. തിരുവനന്തപുരത്തെ നഗരം സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം നഗരം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ഒപ്പം മഴക്കാലമായി കഴിഞ്ഞാൽ വലിയ തരത്തിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ തെരുവ് നായ്ശല്യം, അങ്ങനെ തുടങ്ങി പാർപ്പിട പ്രശ്നങ്ങൾ, അങ്ങനെ തുടങ്ങി നിരവധിയായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തിരുവനന്തപുരം നഗരത്തിലെ ഒഴുകുന്ന പ്രധാനപ്പെട്ട ഒരു കാലത്ത് ഏറ്റവും വലിയ ആളുകൾ ഉപയോഗിച്ചിരുന്ന ജലം, അത് പ്രധാനപ്പെട്ട പാർവതി പുത്രാർ ഉൾപ്പെടെയുള്ള ആ ജലസ്രോതസ്സുകളുണ്ട്. ആ സ്രോതസ്സുകളെ ഗംഗയ്ക്കൊപ്പമാക്കി മാറ്റും. അങ്ങനെ ഗംഗാ നദി ശുദ്ധമാക്കിയതുപോലെ ഈ ജലസ്രോതസ്സുകളും ശുദ്ധമാക്കാൻ നടപടി ഉണ്ടാകും എന്നൊക്കെയായിരുന്നു അവർ പറഞ്ഞിരുന്നതെങ്കിലും ഒന്നും തന്നെ പറയാതെ അദ്ദേഹം പറഞ്ഞു വെച്ചത് 1987 രാജസ്ഥാനിൽ ഒന്നുമില്ലാതായിരുന്ന BJP, മാധ്യമങ്ങളിൽ പോലും വാർത്ത വരാതിരുന്ന BJP, അല്ലെങ്കിൽ BJP എന്താണെന്ന് മാധ്യമങ്ങളിലൂടെ പോലും അറിയാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അഹമ്മദാബാദ് എന്ന് പറയുന്ന ഒരു കോർപ്പറേഷൻ പിടിച്ചെടുത്തുകൊണ്ട് അധികാരത്തിൽ വന്നതോടെയാണ് രാജസ്ഥാൻ പിന്നീട് BJPയുടെ ഭരണത്തിൽ എത്തിയത് എന്നുള്ള തരത്തിൽ പറഞ്ഞു. അതേ കാര്യങ്ങൾ തന്നെയാണ് തിരുവനന്തപുരം പിടിച്ചിരിക്കുന്നു. ഇനിയുള്ള ഓരോ സ്ഥലങ്ങളിലും അത്തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. BJP കേരളത്തിലെത്തിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ സമൂലമായ മാറ്റത്തിന് അത് വഴിതെളിക്കും എന്നുള്ള പ്രസ്താവനകൾ അപ്പുറത്തേക്ക് സംസ്ഥാനത്ത് വരുന്ന 2 മാസത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രചരണ പരിപാടിയുടെ ഉദ്ഘാടനം പോലെയായിരുന്നു മോദിയുടെ പ്രസംഗവും. അത് സംബന്ധിച്ച് അദ്ദേഹം ഏകദേശം 1 മണിക്കൂറോളം നീണ്ടുനിന്ന പ്രസ്താവനകളും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം എന്ന് പറയുന്നത് തലസ്ഥാനമാണ്. ആ തലസ്ഥാന നഗരിയിൽ BJP മൊത്തം 101 സീറ്റുകളാണ്. അതിൽ 50 എണ്ണം പിടിച്ചെടുത്തുകൊണ്ട് BJP അധികാരത്തിൽ വരുന്നു. ആ അധികാരത്തിൽ വന്നത് വലിയ തരത്തിലുള്ള അവർക്ക് വലിയ ആഹ്ലാദമായിരുന്നു. ആ ആഹ്ലാദത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി തന്നെ തിരുവനന്തപുരത്തേക്ക് വരുന്നതെന്നാണ് ഇന്ന് പ്രസ്താവന. പക്ഷേ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഫെഡറൽ സംവിധാനത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ്. ഒരു കോർപ്പറേഷൻ്റെ വികസനത്തിന് അല്ലെങ്കിൽ അവിടെ BJP പിടിച്ചെടുത്തു അല്ലെങ്കിൽ BJPക്ക് അവിടെ അധികാരം കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ പോലും ഒരു പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രിമാരോ വന്ന് ഒരു വലിയ പ്രസ്താവനയും നടത്തിയ പതിവ് കേരളത്തിലല്ല, ഇന്ത്യക്ക് വെളിയിലോ ഇന്ത്യക്ക് അകത്തോ മറ്റെങ്ങും നമ്മൾ കാണാത്തൊരു കാര്യവുമാണ്. പക്ഷേ ഇത് കേരളത്തെ സംബന്ധിച്ച് അത്രത്തോളം പ്രാധാന്യം കൽപ്പിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. എന്ന് മാത്രമല്ല, അഹമ്മദാബാദിന്റെ ഉദാഹരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP തിരുവനന്തപുരത്ത് വലിയ നേട്ടം ഉണ്ടാക്കിയ സമയത്ത് തന്നെ ആ ഉദാഹരണം എടുത്ത് കാണിക്കുകയും ചെയ്തിരുന്നു. ആ ഉദാഹരണം എടുത്ത് കാണിക്കുക എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിട്ടും സംഘപരിവാറിനെ സംബന്ധിച്ചിട്ടും അവർക്ക് തിരുവനന്തപുരത്ത് നേടാൻ കഴിയുന്ന നേട്ടം അതിനെ അഹമ്മദാബാദുമായിട്ട് താരതമ്യപ്പെടുത്തുന്നത് രാജ്യ തലസ്ഥാനത്തേക്ക് രാജ്യവ്യാപകമായിട്ട് തുടർച്ചയായിട്ടുള്ള അധികാരത്തിലേക്കുള്ള വരവിൻ്റെ ആദ്യത്തെ
തുടക്കം അങ്ങനെയായിരുന്നു, അതിന് സമാനമായിട്ടുള്ള തുടക്കം ഇവിടെ നിന്ന് ഇങ്ങേയറ്റത്ത് നിന്നുണ്ടായിരിക്കുന്നുവെന്ന് അന്ന് തന്നെ പറഞ്ഞു. ഇന്ന് അത് ആവർത്തിക്കുകയും ചെയ്തു, ഈ നിമിഷങ്ങളിൽ അത് തുടരുകയും ചെയ്യുന്നു. പക്ഷേ അന്നേ തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന സമയത്ത് തന്നെ തിരുവനന്തപുരത്തെ നേട്ടത്തെക്കുറിച്ച് അഹമ്മദാബാദിലെ താരതമ്യം നടത്തിയപ്പോൾ തൊട്ട് പിറകെ വന്ന വിമർശനങ്ങൾ എന്ന് പറയുന്നത് അഹമ്മദാബാദിൽ നിന്ന് ആരംഭിച്ച അത് വലിയ ഒരു വിജയത്തിലേക്ക് കൊണ്ടുപോയത് എങ്ങനെയായിരുന്നു, അത് ഈ പറയുന്നത് പോലെ ബാബറി മസ്ജിദിന്റെ തകർക്കൽ, ഗുജറാത്ത് കലാപത്തിന്റെ സ്മരണകൾ എന്നിവയിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട വർഗീയത കൊണ്ടുകൂടിയാണ് എന്നുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്തുണ്ട്. പക്ഷേ ആ വിമർശനങ്ങളെ സംഘപരിവാർ മുഖവിലേക്ക് എടുക്കുന്നില്ല. അവർ അഹമ്മദാബാദ്, തിരുവനന്തപുരം എന്നീ രണ്ട് ഉദാഹരണങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് വയ്ക്കുന്നു. അതിൽ നിന്ന് തന്നെയാണ് അവരുടെ ലക്ഷ്യം വയ്ക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യം വയ്ക്കുന്ന ഒരു ആദ്യത്തെ മാതൃകയായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. അതൊരു ആത്മവിശ്വാസം പകരലിൻ്റെ കാര്യവുമായിരിക്കാം. പ്രഖ്യാപനങ്ങൾ നടന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ പൊന്ന് ബിനോയ് ഇങ്ങനെ ചാടിക്കേറി പറയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ബിനോയിയോട് പരിചയമുള്ള സംഘപരിവാർ നേതാക്കൾ പോലും സൂചിപ്പിച്ചേക്കും, ഇനി ദിവസങ്ങൾ കിടക്കുന്നതല്ലേ ഉള്ളൂ. വി രാജേഷ് തന്നെ സൂചിപ്പിക്കുകയുണ്ടായി, ഈ പദവിയിലേക്ക് എത്തിയിട്ട് കേവലം 20-25 ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ, കാര്യങ്ങൾ നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. നരേന്ദ്രമോദി, രാജീവ് ചന്ദ്രശേഖർ കൃത്യമായ പദ്ധതികൾ നടപ്പാക്കുന്നു. രാത്രി ഉറക്കമൊളിച്ചിരുന്ന് ഞങ്ങൾ ഇങ്ങനെ പദ്ധതികൾ തയ്യാറാക്കിയെന്ന് രാജേഷ് പ്രസംഗിക്കുകയും ചെയ്തു. നടക്കാൻ പോകുന്നതേയുള്ളൂ. പ്രഖ്യാപനം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിട്ട് ഇങ്ങനെ പ്രഖ്യാപിക്കേണ്ടതല്ല, മറിച്ച് അടുത്ത ദിവസങ്ങളിൽ, അടുത്ത നാളുകളിൽ, അടുത്ത മാസങ്ങളിൽ അത് ഉണ്ടാവുമെന്നുള്ള സൂചനയാണെങ്കിലോ? അല്ല, ഇതിൽ സൂചനകൾ പോലും നൽകുന്നില്ലല്ലോ. ഇത് കൃത്യമായി അദ്ദേഹം പറഞ്ഞു വെച്ചത് കേരളത്തിലെ BJPക്ക് കിട്ടിയ ഒരു നഗരസഭയാണ്, കോർപ്പറേഷനാണ്. ആ കോർപ്പറേഷൻ ഒരു ഇന്ത്യക്ക് തന്നെ ഒരു മാതൃകയാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം ഇവിടെ ഉണ്ടാകും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അദ്ദേഹം ചില കാര്യങ്ങൾ പറയാതെ പറഞ്ഞു പോയ ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഈ നഗരപ്രദേശങ്ങളിലെ ഈ ഭവനരഹിതരായ ആളുകൾക്ക് വീട് വെച്ച് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആവാസ് യോജന പദ്ധതി, ആ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ കൃത്യമായും അത് നടപ്പിലാക്കുന്നില്ല. അത് നടപ്പിലാക്കുന്നതിൽ ഒരു പിന്നോക്കം പോക്ക് നടത്തുന്നുണ്ട്. അത് ശരിയായ രീതിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ടെങ്കിൽ തന്നെയും, എന്നാൽ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ചും BJPക്ക് വോട്ട് ചെയ്ത തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്നത് നരേന്ദ്രമോദിയുടെ വരവോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ റോഡ് ഷോയോ ഒന്നുമില്ല. അതിനും അപ്പുറത്തേക്ക് അദ്ദേഹം ഈ കോർപ്പറേഷൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പറയാൻ പോകുന്നത്, അത് ഏതൊക്കെ ആയിരിക്കും, ആ വികസനത്തിൽ എന്തൊക്കെ ഉൾപ്പെടും എന്നുള്ള കാര്യത്തിൽ വലിയ ആകാംക്ഷയുണ്ടായിരുന്നു. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ VV രാജേഷ് തന്നെ, മേയർ തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ തെരഞ്ഞെടുപ്പിന് ശേഷം ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. എന്തൊക്കെയാണ് നമ്മളുടെ വികസനവുമായി ബന്ധപ്പെട്ട് വേണ്ടത്, അതുമായി ബന്ധപ്പെട്ട രൂപരേഖ തയ്യാറാക്കുന്നതിന് വേണ്ടി BJP സംസ്ഥാന അധ്യക്ഷനും മേയറും അടങ്ങുന്ന സംഘം ഉറക്കമുളച്ചിരുന്ന് തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ തയ്യാറാക്കി രൂപരേഖ കൈമാറുകയും ചെയ്തു. അത് ഒരുപക്ഷെ പടിപടിയായി നടപ്പിലാക്കുമെന്ന് അവർ വേണമെങ്കിൽ ജയിക്കാൻ വേണ്ടി വാദിക്കുകയും ചെയ്യും. അതിനും അപ്പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് തിരുവനന്തപുരത്തെ ജനത അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വോട്ട് ചെയ്ത ആളുകൾ, അതിനും അപ്പുറം ഭരണം നഷ്ടപ്പെട്ടവർ, കോൺഗ്രസ്സുകാർ, ഇവരൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് എന്തായാലും ഭരണം കിട്ടി 27-ാം ദിവസം, അതായത് മേയർ അധികാരമേറ്റ് 27-ാം ദിവസം പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ നഗര വികസനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഈ തിരുവനന്തപുരത്തിൻ്റെ കാര്യം മാത്രം പറയണമെന്നില്ല. ഇന്ത്യയിൽ തന്നെ എത്രയെത്ര കോർപ്പറേഷനുകളുണ്ട്. പ്രത്യേകിച്ചും മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനത്ത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എല്ലാം കൂടി ചേർത്തുകൊണ്ട് ഈ കോർപ്പറേഷനുകൾക്ക് മൊത്തത്തിൽ, ഇന്ത്യയിലെ കോർപ്പറേഷനുകൾക്ക് മൊത്തത്തിൽ ഏതെങ്കിലും ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ അത് കേരളത്തിൽ നിന്ന് തുടങ്ങാം, തിരുവനന്തപുരത്ത് തുടങ്ങാം, അങ്ങനെ വേണമെങ്കിൽ പ്രഖ്യാപിക്കാമായിരുന്നു. അത്തരം ഈ പറഞ്ഞ ഇങ്ങനെ ആകാമായിരുന്നു എന്ന് പറയുന്ന ഈ കാര്യങ്ങളോട് ചേർത്ത് വെക്കേണ്ട ചില സംശയങ്ങൾ കൂടിയുണ്ട്. ഒരു ഭാഗത്ത് കേന്ദ്ര സർക്കാർ നിരന്തരമായിട്ട് സാമ്പത്തികമായിട്ട് കേരളത്തെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിന്റെ വികസനത്തിന് തുരങ്കം വയ്ക്കുന്ന രീതിയിൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകക്ഷിയുടെ അധ്വാനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു വികസനവും ഉണ്ടായിട്ടില്ല എന്നുള്ള പ്രതീതി ഉണ്ടാക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം ഞെരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആരോപണം പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള ഭരണകക്ഷിയായിട്ടുള്ള LDF മാത്രമല്ല പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട്
ഉണ്ട്, UDF ആ കാര്യം സൂചിപ്പിക്കുന്നു. അങ്ങനെ നിൽക്കെ പ്രധാനപ്പെട്ട ഒരു വിജയം തിരുവനന്തപുരത്ത് നിന്നുണ്ടാകുമ്പോൾ ഇപ്പോൾ ഡി വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ വന്നിട്ട് നേരത്തെ ഉള്ളതുപോലെയുള്ള വാചാടോപങ്ങളുടെ പ്രസംഗങ്ങളെക്കാൾ ഉപരിയായിട്ട് ഈ പറയുന്ന രീതിയിൽ വസ്തുതാപരമായിട്ട് കോർപ്പറേഷൻ്റെ വികസനത്തിനായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതികളും പ്രഖ്യാപനങ്ങളും എന്നുള്ള നിലയ്ക്ക് 1-2 പ്രഖ്യാപനങ്ങൾ വസ്തുതാപരമായിട്ടുണ്ടാവേണ്ടതായിരുന്നു. ഇനിയും വാചാടോപങ്ങളുടെ പ്രസംഗങ്ങൾക്ക് പ്രസക്തിയില്ല. എൻ്റെ സുഹൃത്തുക്കളെ എന്നുള്ള അഭിസംബോധന വരുന്നു, നമസ്കാരം എന്നുള്ള വാക്കുകൾ വരുന്നു. ഇങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ ഭാഷയിൽ നിന്ന് എടുത്തു വെച്ചിട്ട് പറയുന്ന അഭിസംബോധന വാക്യങ്ങളെക്കാൾ ഉപരിയായിട്ട് ഇവിടെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷ ഇവിടെ ഇപ്പോൾ ഇല്ല എങ്കിൽ മുന്നോട്ട് വയ്ക്കുന്നത് BJP മുന്നോട്ട് വയ്ക്കുന്ന NDA മുന്നോട്ട് വയ്ക്കുന്ന ഒരു ബാർഗെയിനിങ് വികസനത്തിൻ്റെ സങ്കല്പമാണോ? ഇങ്ങോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതേപോലെ വീണ്ടും വിജയങ്ങൾ തരിക എങ്കിൽ ആലോചിക്കാം പ്രഖ്യാപനങ്ങൾ എന്നുള്ള നിലയ്ക്കായിരിക്കുമോ? തീർച്ചയായും അങ്ങനെ തന്നെ പറയാം. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കൽ പോലും ഇത്തരത്തിൽ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു വിജയം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആദ്യഘട്ടത്തിലൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ജനങ്ങൾക്ക് മുന്നിലേക്ക് അവർ പ്രധാനമായും ഉന്നയിച്ചത്, അവർ കൊണ്ടുവന്നത് തിരുവനന്തപുരം നഗരസഭയെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉന്നത അല്ലെങ്കിൽ നഗരമാക്കി മാറ്റുന്നതിന് വേണ്ടി കൃത്യമായ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാകും. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് പ്രഖ്യാപിക്കും എന്നായിരുന്നു അവർ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ജനങ്ങൾക്ക്, വോട്ടർമാർക്ക്, BJP പ്രവർത്തകർക്ക് ഒരു പ്രതീക്ഷ നൽകിയായിരുന്നു ഇവിടെ വോട്ട് പിടിച്ചത്. ആ പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴും പറഞ്ഞു വയ്ക്കുന്നത്. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഈ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം കൂടിയില്ല BJPക്ക് എങ്കിൽ പോലും അവർക്ക് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ചില നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അവർക്കൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. ഒരിക്കൽ പോലും ഈ തെരഞ്ഞെടുപ്പിലൂടെ അവർ സംസ്ഥാനത്ത് ഭരണം പിടിക്കാമെന്നോ അല്ലെങ്കിൽ സംസ്ഥാനത്ത് കൂടുതൽ സീറ്റ് കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയൊന്നും അവർ പങ്കുവയ്ക്കുന്നില്ല. പക്ഷേ 1-2 അല്ലെങ്കിൽ 5 സീറ്റിനുള്ളിൽ തന്നെ BJPക്ക് സീറ്റ് പിടിക്കാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിയമസഭാ മണ്ഡലങ്ങൾ പിടിക്കാൻ കഴിഞ്ഞാൽ അതൊരു നേട്ടമായിട്ടാണ് BJP കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്ത് എത്തിയതിന് ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, വളരെ ബുദ്ധിപരമായി കേരള രാഷ്ട്രീയം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, ഓരോ ദിവസവും വിവാദങ്ങളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ അദ്ദേഹം കടന്നു പിടിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. BJPക്ക് പ്രധാനപ്പെട്ട വാക്യമായിട്ടുള്ള മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ള പദം ഉപയോഗിച്ചുകൊണ്ടാണ് ആ കടന്നുപിടിക്കൽ നടത്തിയിരിക്കുന്നത്. തീർച്ചയായും മോദിയുടെ ഗ്യാരണ്ടി, അതൊരു ഉറപ്പ് നൽകിക്കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അവരെ ജയിലിൽ കിടത്തും. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കുറ്റം ആരോപിക്കപ്പെട്ടവർ അല്ലെങ്കിൽ ആരൊക്കെയാണോ സ്വർണം മോഷ്ടിക്കപ്പെട്ടതെന്ന് സംശയിക്കുന്നവർ ഇപ്പോൾ ജയിലിലാണ്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ കയറ്റിയത് ഞങ്ങളല്ല, പോറ്റിയെ ജയിലിൽ കയറ്റിയത് ഞങ്ങളാണ് എന്നുള്ള നിലയ്ക്ക് CPMലെ KK ശൈലജ ടീച്ചർ അടക്കമുള്ളവർ ഒരു ഭാഗത്ത് പറയുകയും അത് വലിയ രീതിയിൽ പ്രചരിക്കപ്പെടുകയും ചെയ്യുന്നതിനിടയിലാണ് ഈ കേസ് ഈ രീതിയിൽ മുന്നോട്ട് പോവുകയും ഈ പറയുന്ന പ്രധാനപ്പെട്ട വലിയ പശുക്കൾ, വിശുദ്ധ പശുക്കൾ അടക്കമുള്ളവരൊക്കെ ജയിലിലാകുന്ന വേളയിലാണ് മോദിയുടെ ഗ്യാരണ്ടി മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടുള്ളത്. തീർച്ചയായും ഇതിനൊരു ഗ്യാരണ്ടിയുടെ ആവശ്യമൊന്നുമില്ല. കാരണം അന്വേഷണ സംഘങ്ങൾ കൃത്യമായി അവരുടെ പണിയെടുക്കുന്നുണ്ട്. SIT ആയാലും പ്രത്യേക അന്വേഷണ സംഘമായാലും കേന്ദ്ര ഏജൻസിയായ ED ആയാലും തന്നെ ഇവർ രണ്ടുപേരും 2 തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, 2 തരത്തിലുള്ള അന്വേഷണം നടത്തി വരികയാണ്. അപ്പോൾ ഇതിനൊരു പ്രത്യേക ഗ്യാരണ്ടിയുടെ ആവശ്യമില്ല. പക്ഷേ എങ്കിലും അവിടെ ഒരു കൃത്യമായ വർത്തമാനകാല രാഷ്ട്രീയം എങ്ങനെ പ്രാവർത്തികമാക്കാൻ കഴിയുമോ എന്നുള്ളത് അത് കൃത്യമായി മോദി യഥാസമയം അത് ആ തന്ത്രം തന്നെ തിരുവനന്തപുരത്ത് പ്രയോഗിച്ചു. ആ തന്ത്രം കത്തിക്കയറട്ടെ അല്ലെങ്കിൽ ആ വിഷയം കത്തിക്കയറട്ടെ. BJP അല്ലെങ്കിൽ BJPയുടെ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്ത് നടക്കുന്ന ശബരിമലയിലെ ഏറ്റവും വലിയ വിവാദമായ സ്വർണ്ണക്കൊള്ള കേസ് അല്ലെങ്കിൽ സ്വർണ്ണ വിവാദം തീർച്ചയായിട്ടും ഒരു നിമിഷം പോലും ശ്രദ്ധിക്കാതിരിക്കുന്നില്ല. വലിയ ശ്രദ്ധയോടുകൂടി ഈ കേസിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ വീക്ഷിക്കുന്നു, നിരീക്ഷിക്കുന്നു എന്ന തരത്തിൽ ഒരു ധ്വനി ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യം കൂടിയാണ് ഈ മോദിയുടെ ഗ്യാരണ്ടിക്ക് പിന്നിൽ എന്ന് വേണം
വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം അതുകൊണ്ട് അവർ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം കേന്ദ്ര ഏജൻസിയായ ഒന്ന് ED വന്നു കഴിഞ്ഞിരിക്കുന്നു. BJP ആവശ്യപ്പെടുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ അന്വേഷണമല്ല, കോടതി നിയോഗിച്ചിരിക്കുന്ന അന്വേഷണ സംഘമാണ്. അവർ നടത്തുന്ന അന്വേഷണം പോരാ, തൃപ്തികരമല്ല എന്ന വാദഗതി BJPക്കുണ്ട്. കേന്ദ്ര ഏജൻസിയായ CBI വരണം എന്നൊരാവശ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം കൂടി കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പ്രയോഗം, അതായത് മോദിയുടെ ഗ്യാരണ്ടി, എങ്ങനെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ജയിലിലടയ്ക്കാൻ BJPക്ക് കഴിയും എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം കേന്ദ്ര ഏജൻസികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അന്വേഷണം വിപുലപ്പെടുത്തുവാൻ കഴിയും. അത്തരത്തിൽ കൊള്ളക്കാർ അല്ലെങ്കിൽ സ്വർണം മോഷ്ടിച്ചവരെ പിടികൂടാൻ BJPക്ക് കഴിയും. അതുകൊണ്ട് BJPക്ക് ഭരണം വേണം എന്ന്, അല്ലെങ്കിൽ ഭരണം നൽകണം, BJPക്ക് വോട്ട് നൽകണം എന്നൊരു ധ്വനി കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നതിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ശരി തന്നെ, കൃത്യമായും കേരള രാഷ്ട്രീയം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി, കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ എന്താണ് ചൂടുള്ള ചർച്ചയായി മാറുന്നതെന്ന് മനസ്സിലാക്കി, അതുതന്നെ അദ്ദേഹം കൃത്യമായി പ്രയോഗിക്കുവാൻ തിരുവനന്തപുരത്തെ യോഗത്തിൽ അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. അതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ 2 മാസം മുമ്പ് കേരളത്തിൽ ഏറ്റവും വലിയ ചർച്ചയായ ഒരു വിഷയമായിരുന്നു, LDFനകത്ത് തന്നെ ചർച്ചയായ വിഷയമായിരുന്നു PM ശ്രീ പദ്ധതി. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് ഒപ്പിട്ട് കഴിഞ്ഞു. അത് PM ശ്രീ പദ്ധതി ഒരിക്കൽ പോലും കേരളത്തിൽ നടപ്പാക്കാൻ പാടില്ല എന്ന് CPI ഉയരുന്നു. CPI അവരുടെ ആവശ്യം ഉന്നയിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ചർച്ചകൾ സംസ്ഥാനത്ത് നടക്കുന്നു. CPIയും CPMും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ചർച്ച ചെയ്യുന്നു. CPIയുടെ സംസ്ഥാന കൗൺസിൽ യോഗം ചേരുന്നു. അതുപോലെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നു. മന്ത്രിസഭ ഉപസമിതിയെ വെക്കുന്നു. ഇങ്ങനെ വലിയ തരത്തിലുള്ള ചർച്ചകൾ PM ശ്രീ പദ്ധതിയുമായി നടന്ന കേരളത്തെ മോദി മറന്നില്ല. നരേന്ദ്രമോദി കൃത്യമായി പറയുന്നുണ്ട്, സാധാരണക്കാരായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സഹായകരമായിരുന്ന PM ശ്രീ പദ്ധതി പോലും സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിച്ചില്ല. അത് വിദ്യാഭ്യാസ മേഖലയെ ബാധിക്കപ്പെടും എന്ന തരത്തിൽ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം അദ്ദേഹം പ്രായോഗിക രാഷ്ട്രീയം എങ്ങനെ കൃത്യമായി ആളുകളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ കഴിയുമോ അത്തരത്തിൽ പ്രായോഗിക രാഷ്ട്രീയം കൃത്യമായി ഉപയോഗപ്പെടുത്തി തന്നെ അദ്ദേഹം മുന്നോട്ട് പോകുന്നു. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നായി പറയപ്പെടുന്നത് വിഴിഞ്ഞം പദ്ധതിയാണ്. വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ വലിയ തരത്തിലുള്ള മാറ്റം ഉണ്ടാകും. അത് കേരളത്തിന് മൊത്തത്തിലൊരു മാറ്റം ഉണ്ടാകും. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഈ പദ്ധതികളൊക്കെ തന്നെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട പദ്ധതികളാണ്, കേന്ദ്രവുമായി ബന്ധപ്പെട്ട പദ്ധതികളാണെന്ന് പറയാതെ പറഞ്ഞു വെച്ച് പോകുന്ന നരേന്ദ്രമോദിയാണ് നമ്മൾ ഇന്ന് തിരുവനന്തപുരത്ത് കണ്ടത്. അദ്ദേഹം കൃത്യമായി എന്താണോ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അത് കൃത്യമായി തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തെക്കൻ കേരളത്തിൽ എന്തുമാത്രം വോട്ട് കിട്ടും, ആ വോട്ടിനെ എങ്ങനെ പ്രസംഗിക്കണം, മധ്യ കേരളത്തിൽ എന്തുമാത്രം വോട്ട് കിട്ടും, വടക്കൻ കേരളത്തിൽ എന്തുമാത്രം വോട്ട് കിട്ടും, അതുകൊണ്ട് തന്നെ കൃത്യമായി കോൺഗ്രസിനെ തന്നെ അറ്റാക്ക് ചെയ്യാനുള്ള സ്ഥലത്ത് അറ്റാക്ക് ചെയ്തു. അതാണ് മുസ്ലിം ലീഗിനെയും ഒപ്പം തന്നെ ഇടതു ചിന്താഗതിയുടെ തീവ്രവാദമായ നക്സലും എല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം കോൺഗ്രസിനെ കളിയാക്കുന്ന തരത്തിൽ പറഞ്ഞു വെച്ചത്. അപ്പോൾ പ്രായോഗിക രാഷ്ട്രീയത്തിൽ കേരളത്തിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികളുണ്ട്, എന്തൊക്കെ ആണ് ചർച്ച ചെയ്യപ്പെടുന്നത്, അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അദ്ദേഹം ഒന്ന് പറഞ്ഞു വെച്ചു. അതിൻ്റെ അർത്ഥം തിരുവനന്തപുരം നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ചർച്ചകൾ പ്രതീക്ഷിച്ചിരുന്ന ആ വേദിയിൽ നരേന്ദ്രമോദി ഒരു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അതിന് മുന്നോടിയായുള്ള ഒരു തുടക്കം കുറിച്ചുകൊണ്ട് പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു വയ്ക്കാം. MS പദ്ധതികളൊന്നും പ്രഖ്യാപിക്കാതെ വ്യക്തമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മാത്രം പ്രകടമായിട്ട് പറഞ്ഞുകൊണ്ട് മടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് മോദിയുടെ വരവിൻ്റെ ബാക്കി പത്രമായിട്ട് കിടക്കുന്നത്. ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒപ്പം തന്നെ അതിന് മുൻപേ തന്നെ മാറാത്തത് ഇനി മാറുമെന്നുള്ള ശീർഷകം വന്നപ്പോൾ പലരും എതിർക്കുകയുണ്ടായി. പലരും അതിനെ കളിയാക്കുന്നതിന് വേണ്ടി ട്രോൾ ഇറക്കിയത് നാറാത്തത് ഇനി നാറും എന്നുള്ള നിലയ്ക്കായിരുന്നു. അങ്ങനെ നാറാത്തത് ഇനി നാറും എന്നുള്ള നിലയ്ക്ക് അതിനെ പ്രതിരോധിക്കാനൊക്കെ ശ്രമിച്ചുവെങ്കിലും തലസ്ഥാനത്ത് ഉണ്ടാക്കിയ വലിയ നേട്ടം BJPയെ സംബന്ധിച്ചിട്ട് പ്രധാനമന്ത്രിയുടെ വരവിനെ ആവേശഭരിതമാക്കുന്ന ഒന്നാക്കി മാറി എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. പക്ഷെ മാറാത്തത് ഇനി മാറും എന്ന് പറയുമ്പോൾ ഏത് രീതിയിലാണ് ആ മാറ്റം വരാൻ പോകുന്നത് എന്ന് ഉള്ളതിൻ്റെ ഒരു സൂചനയും ഇല്ല എന്ന് മാത്രമല്ല
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വലതുപക്ഷ ജനാധിപത്യ മുന്നണിയും മാറി മാറി വന്ന് മുടിക്കപ്പെട്ട ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് അതിനെ അധിക്ഷേപിച്ച് പറയുമ്പോഴും അങ്ങനെയുള്ള മാറി മാറി വരവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളം മാറി ചിന്തിക്കുകയും തുടർച്ചയായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വീണ്ടും അധികാരത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്നുള്ള ആ രാഷ്ട്രീയ പരിസരത്തെ മനഃപൂർവ്വം മാറ്റിവെച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ കേരളത്തെ സംബന്ധിച്ചിട്ട് മാറി മാറി വരുന്ന മുന്നണികൾ എന്നതിൽ നിന്ന് വ്യത്യാസപ്പെട്ട ഒന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടർച്ചയായിട്ടുള്ള അധികാരത്തിലൂടെ പോകുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള തുടർച്ചയായിട്ടുള്ള അധികാരം വരുമ്പോൾ, തുടർച്ചയായിട്ടുള്ള ഭരണം വരുമ്പോൾ വിമർശനത്തിൻ്റെ ആക്കം കൂടുകയും ചെയ്യുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഏത് രീതിയിലാണ് ഈ പറയുന്ന മുന്നണികൾക്കുപരിയായിട്ട് കട്ടുമുടിക്കപ്പെട്ട് വികസനമില്ലാതാക്കപ്പെട്ട് അഴിമതിയിൽ കഴിയുന്ന ഒന്നായിട്ട് കേരളത്തെ ചിത്രീകരിക്കുമ്പോൾ അതിൽ നിന്ന് ബദലായിട്ട് എന്ത് വെക്കുന്നു? അത് വികസനം എന്ന് പറയുമ്പോൾ ആ വികസനത്തിൻ്റെ മുകളിൽ വിശ്വാസ സുരക്ഷിതമായ വികസനം എന്ന വാക്ക് കയറ്റി വയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ വിശ്വാസം എന്നുള്ളത് പ്രഥമ പരിഗണനയിലേക്ക് വരുന്നു. വിശ്വാസം എന്ന് പറയുന്നത് ആ പാർട്ടിയുടെ മതപരമായിട്ടുള്ള അതിൻ്റെ പ്രത്യയശാസ്ത്രത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. ഈ രീതിയിൽ പ്രത്യക്ഷമായിട്ടുള്ള രാഷ്ട്രീയം തന്നെയാണ് പരമപ്രധാനം എന്നുള്ള നിലയ്ക്ക് BJP കാണുന്നുവെന്ന് പറയേണ്ടി വരില്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം വർത്തമാനകാല രാഷ്ട്രീയത്തെ കൃത്യമായി പ്രായോഗികമാക്കാൻ കഴിവുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP. അവർ അത്തരത്തിലുള്ളൊരു നീക്കം തന്നെയാണ് ഇന്നത്തെ നരേന്ദ്രമോദിയുടെ വരവോടുകൂടി ലക്ഷ്യമിട്ടതും. അതിനി വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ തരത്തിലെ ചർച്ചകൾ ഉണ്ടായാൽ തന്നെയും അതിനെ ഖണ്ഡിക്കാൻ പ്രാപ്തമായ തരത്തിലുള്ള വാക്കുകളും സംവിധാനങ്ങളും ഒക്കെ അവർക്കുണ്ട്. അത് കൃത്യമായി അവർ ഉപയോഗിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സമീപ ദിവസങ്ങളിലുണ്ടായ ഏറ്റവും വലിയ ഒരു ചർച്ചയായിരുന്നു SNDPയും NSSും ഐക്യപ്പെടാൻ പോകുന്നു എന്നുള്ളത്. അവിടെ പ്രധാനമായും SNDP നേതാവായ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നായാടി മുതൽ നസ്രാണി വരെ എന്നുള്ളത്. ആ പ്രയോഗം തന്നെ വളരെ ശ്രദ്ധേയമായ പ്രയോഗമാണ്. നേരത്തെ നായാടി മുതൽ നായർ വരെയായിരുന്നു. ഇപ്പോൾ ഒരു പടിയും കൂടെ മുന്നോട്ട് പോയിട്ട് ന്യൂനപക്ഷ സമുദായങ്ങളെ കൂടെ അടുപ്പിക്കുന്ന തരത്തിലേക്ക് നായാടി മുതൽ നസ്രാണി വരെ. പക്ഷേ ഇവിടെയും അദ്ദേഹത്തിൻ്റെ പ്രസംഗം, പ്രധാനമന്ത്രിയുടെ പ്രസംഗം തുടങ്ങുന്നത് കൃത്യമായി നമുക്കറിയാം, സർവശ്രീ അയ്യങ്കാളിയുടെ പേരിൽ തുടങ്ങി മന്നത്ത് പത്മനാഭൻ ഉൾപ്പെടെയുള്ളവരെ ഒരുമിച്ച് ചേർത്ത് ആ പ്രഗത്ഭരുടെ നാടായ കേരളം എന്ന് പറയുമ്പോൾ കേരളത്തിൽ എന്താണോ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ആ ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയത്തെ കൂടി ഒന്ന് അടുപ്പിച്ച് നിർത്തിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ടവരെ കൂടി ഒന്ന് ചിന്തിക്കാൻ അവസരമൊരുക്കിക്കൊണ്ട് മന്നത്ത് പത്മനാഭൻ്റെ പേരും ശ്രീ അയ്യങ്കാളിയുടെ പേരുമൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ അർത്ഥം കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന രാഷ്ട്രീയപരമായ മതപരമായ അല്ലെങ്കിൽ ജാതീയമായ ചില ഒത്തുചേരലുകൾ ഉൾപ്പെടെയുള്ളത് കേന്ദ്രം നിരീക്ഷിച്ചു വരുന്നുണ്ട്. കേന്ദ്രം BJP ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല എങ്കിൽ തന്നെയും ഈ പ്രയോഗങ്ങൾക്കൊക്കെ തന്നെ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അതിബുദ്ധിമാനായ കൃത്യസമയത്ത് കൃത്യമായ പ്രയോഗങ്ങൾ നടത്തുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നടത്തുന്ന ഓരോ പ്രസംഗങ്ങളിലും ഓരോ വാക്കുകളിലും ഓരോ പ്രയോഗങ്ങളിലും അതിൻ്റേതായ ഒരു ഭൂതകാലം കൂടി അദ്ദേഹം കണ്ടുകൊണ്ടായിരിക്കും അത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുക. അതുതന്നെയാണ് കേരളത്തിൽ ഇന്ന് എത്തിയതിന് ശേഷം നരേന്ദ്രമോദി നടത്തിയ പ്രസ്താവന. കാരണം ഒരു കാര്യം കൂടി പറയാം, റെയിൽവേയുടെ പരിപാടികളുടെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഒരു ചുരുങ്ങിയ 15 മിനിറ്റ് നേരം നീണ്ടുനിന്ന ഒരു പ്രസംഗമാണ് റെയിൽവേയുടെ വേദിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതികളുടെ ഉദ്ഘാടനം നടത്തുന്ന വേളയിൽ അദ്ദേഹം നടത്തിയത് കേവലം 15 മിനിറ്റ് സമയത്തെ ഒരു പ്രസംഗമായിരുന്നു. അവിടെ സംസ്ഥാന മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, സംസ്ഥാനത്തെ മന്ത്രി ഉണ്ടായിരുന്നു, രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മറ്റാളുകളെല്ലാം കൂടി ഇരിക്കുന്ന ഒരു വേദിയായിരുന്നു. ആ വേദിയിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കുക, എന്താണോ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അതപ്പുറത്തെ വേദിയിൽ ഞാൻ പറയും, ഞാൻ പ്രഖ്യാപിക്കും, ഞാൻ പ്രസംഗിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് BJPയുടെ പരിപാടിയിലേക്ക് അദ്ദേഹം പോകും. അപ്പോൾ അതിൻ്റെ അർത്ഥം എല്ലാവരിലും ആദ്യഘട്ടത്തിലൊരു സംശയം ഉണ്ടായിരുന്നു, ഒരു പക്ഷേ നഗരവികസനവുമായി ബന്ധപ്പെട്ട പദ്ധതികളുടെ പ്രസ്താവനയോ പ്രഖ്യാപനമോ ഒക്കെ ഉണ്ട്. പക്ഷേ അതല്ലായിരുന്നു. അദ്ദേഹം കൃത്യമായ രാഷ്ട്രീയം, അദ്ദേഹത്തിൻ്റേതായ രാഷ്ട്രീയം, LDFനെയും UDFനെയും ഒരുപോലെ ആക്രമിക്കുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയം കൃത്യമായി അദ്ദേഹം BJPയുടെ വേദിയിൽ പറഞ്ഞു. അതാണ് മോദി എന്ന് പറയുന്ന രാഷ്ട്രീയ തന്ത്രജ്ഞൻ്റെ ബുദ്ധി. ആ ബുദ്ധിയുടെ തീവ്രത കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആ ബുദ്ധിയുടെ തീവ്രത എന്ന് പറയുന്നത് ഈ
ഈ പറയുന്നത് പോലെ സിൽവർ ലൈന് ബദലായിട്ട് മറ്റൊരു പദ്ധതി പ്രഖ്യാപിക്കുമോ, കേരളത്തിന്റെ റെയിൽവേക്ക് വികസനത്തിന് ആക്കം കൂട്ടുന്ന എന്തെങ്കിലും തരുമോ എന്നതിലൊക്കെ ഉപരിയായിട്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഏത് രീതിയിലാണ് BJPയും സംഘപരിവാറും NDAയും അധികാരത്തിലേക്ക് വന്നത്, അതിലേക്ക് പ്രേരിപ്പിച്ച തീവ്രതയുടെ അംശങ്ങൾ ഇവിടെ ഉണ്ടാവണം. അതിൽ നിന്നായിരിക്കണം വിജയം. BJPയെ വളരാനും വികസിക്കാനും ഇനിയും വികസിക്കാനും കഴിയുന്ന രീതിയിലുള്ള തീവ്ര രാഷ്ട്രീയം എന്തോ ആ തീവ്ര രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേണം കേരളത്തിൻ്റെയും വളർച്ച. അതല്ലാതെ ഇപ്പോൾ കൊടുക്കുന്ന ചില വികസനത്തിൻ്റെയും ചില പ്രഖ്യാപനങ്ങളുടെയും പേരിലുള്ള വിജയത്തിന് സ്ഥായിയായ സ്വഭാവം ഉണ്ടാവില്ല. സംഘപരിവാറിൻ്റെ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വളർച്ച ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാവൂ എന്നുള്ളതായിരിക്കണം. എന്തായാലും ആദ്യത്തെ ചടങ്ങിൽ കേന്ദ്രത്തെ അഭിനന്ദിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയുണ്ടായി. പക്ഷേ കേരളത്തെ മുച്ചൂടും വിമർശിച്ചുകൊണ്ടാണ് തൊട്ടുപിറകെ പ്രധാനമന്ത്രി വിമർശിച്ചത്. ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള മണിക്കൂറുകളിൽ സ്വാഭാവികമായിട്ടും ആ പ്രധാനമന്ത്രിയുടെ വിമർശനങ്ങൾ വാസ്തവമാണോ അല്ലയോ എന്ന് കണക്കുകൾ നിരത്തിയിട്ട് ഒരു വാർത്താ സമ്മേളനത്തിലേക്ക് പോകേണ്ടി വരും മുഖ്യമന്ത്രിക്ക് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ ഒരു സംഭാഷണം തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം.